അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാനിലെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. മാത്രമല്ല, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ നാം ലൈലത്തുൽ ഖദറിലെ പ്രതീക്ഷിക്കാവുന്ന രാവുകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഹബീബ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞ, വിശുദ്ധ ഖുർആൻ നമ്മളോട് ഓതിത്തന്ന 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമുള്ള രാത്രിയിലേക്ക് ഇന്നത്തോടുകൂടി നാം പ്രവേശിക്കുകയാണ്. ഈ അവസാനത്തെ 10 ഓരോ രാത്രിയും പ്രത്യേകം അതിൻ്റെ ഓരോ രാവുകളും, ഒറ്റയുള്ള രാവുകളും ലൈലത്തുൽ ഖദറിനെ നാം പ്രതീക്ഷിക്കണം. എന്താണ് ലൈലത്തുൽ ഖദർ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമുള്ള രാത്രി, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ രാത്രി. ഇതുപോലെ രാത്രി വേറെ ഇല്ലെന്ന് പടച്ചോൻ പറയുന്നു. മാത്രമല്ല, ഒരു മനുഷ്യൻ ഈ രാത്രിയിൽ ചെയ്യുന്ന അമലിന് അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലം 83 വർഷവും 4 മാസവും ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളാണ്. തീർച്ചയായും ഈ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം ഇന്നത്തെ രാത്രി മുതൽ അവസാനത്തെ 29-ാം രാവ് വരെ നാം പ്രതീക്ഷിച്ചിരിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലൈലത്തുൽ ഖദറിന്റെ മുഴുവൻ പ്രതിഫലവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിജാഹി നബിയ്യിക മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.